കോൺഗ്രസിലെ തമ്മിൽ തല്ല് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വി.ഡി. സതീശൻ പലപ്പോഴും പോരിന് എതിരെ വലിയ തരത്തിലുള്ള മാധുര്യമേറിയ വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാറുണ്ട് എങ്കിലും ഇപ്പോൾ വി.ഡി. സതീശന് ഉള്ളിലുള്ള പോര് പോലും മറനീക്കി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം കെ. സുധാകരൻ വിളിച്ചു ചേർത്ത KPCC യോഗം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ബഹിഷ്കരിച്ചു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ 100ാം വാർഷികം ആഘോഷ ചടങ്ങിലും സതീശൻ പങ്കെടുത്തില്ല. തലസ്ഥാനത്തുണ്ടായിട്ടും പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളും സതീശൻ ബഹിഷ്കരിച്ചതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച പകൽ 2-നായിരുന്നു ഇന്ദിരാഭവനിൽ KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം. സതീശൻ എത്തിയതിന് പിന്നാലെ തന്നെ സുധാകരൻ ഭക്ഷണം കഴിക്കാൻ പോവുകയും തുടർന്ന് യോഗം വൈകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സതീശൻ ഇറങ്ങിപ്പോവുകയുമായിരുന്നു. 7:30 യോഗം അവസാനിക്കുന്നതുവരെയും തിരിച്ചെത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ 100ാം വാർഷികാഘോഷ ചടങ്ങ് നടക്കുമ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നിയമസഭാ പുസ്തകോത്സവത്തിനും പോയി. AK ആന്റണി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗമാണ് അദ്ദേഹം ബഹിഷ്കരിച്ചത്. അതേസമയം തന്നെ G. കാർത്തികേയനെ കുറിച്ചുള്ള പുസ്തക പ്രകാശന ചടങ്ങിലും മറ്റൊരു പുസ്തക ചർച്ചയിലും പങ്കെടുക്കുകയും ചെയ്തു. പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കമാണ് K. സുധാകരനും സതീശനും വീണ്ടും തെറ്റാൻ ഇടയാക്കിയത്. KPCC പ്രസിഡന്റുമാരുടെ മാറുന്ന സമഗ്ര അഴിച്ചുപണിയായിരുന്നു V.D. സതീശന്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന് K. സുധാകരൻ നിലപാടെടുത്തു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സുധാകരനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പിന്നീടാണ് NSS വേദിയിലേക്ക് ചെന്നിത്തലയ്ക്കുള്ള ക്ഷണം ലഭിക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി വന്നതും പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടുന്നതും സതീശനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളിലേറെയും സതീശനെ പിന്തുണയ്ക്കുന്നവരാണ്. ഒരർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശന്റെ നീക്കം UDF-ൽ തന്നെ ഒരു ക്യാപ്റ്റനായി മാറാനുള്ള ശ്രമമായിരുന്നു. സതീശന്റെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമായിരുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല സതീശനോട് ഇത്തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചിലർ പാർട്ടി വിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ പിന്നീട് തെരഞ്ഞെടുപ്പ് അനന്തരമാണ് വലിയ തരത്തിൽ ചർച്ചയിലേക്ക് നീങ്ങിയത്. എന്നാൽ അതേസമയം തന്നെ സതീശന്റെ ഈ വളർച്ച അത് അത്ര കണ്ട് കോൺഗ്രസിന് ഗുണകരമാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റ് പല രാഷ്ട്രീയ നേതാക്കളും രംഗത്തേക്ക് ഇറങ്ങിയത്. ചെന്നിത്തലയാണെങ്കിൽ ഇപ്പോൾ തനിക്ക് ഏറെ സമുദായ വോട്ടുകളുടെ പിന്തുണയുണ്ട് എന്ന് അറിയിക്കാനുള്ള തിടുക്കപ്പെട്ട ശ്രമത്തിലാണ്. അതേസമയം തന്നെ K. മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നത് അദ്ദേഹത്തെ ഒതുക്കാനാണ് എന്നുള്ള പരാമർശം പോലും പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തന്നെ ഒതുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നതെന്നും അതിന്റെ ഉദാഹരണമാണ് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ മാറ്റി കൊണ്ടുവന്നത് എന്നെല്ലാം തന്നെ അദ്ദേഹം തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ മുൻപേ പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നതാണ്. പത്മജ വേണുഗോപാൽ എന്തുകൊണ്ട് BJP-യിലേക്ക് പോയി എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി തന്നെയാണ് തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെന്നെല്ലാം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിൽ ഒരു BJP അംഗത്തിന്റെ വാക്കുകൾ പോലും ശരിയായി വർത്തിക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന് അകത്തെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നത് ഇപ്പോൾ K. മുരളീധരന്റെ തുറന്ന പറച്ചിലൂടെ പ്രകടമായിരിക്കുകയാണ്. എന്നാൽ അതേസമയം കേരളത്തിലേക്ക് എത്തിയ KC വേണുഗോപാലാകട്ടെ ഇപ്പോൾ തൻ്റെതായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ മാറ്റങ്ങൾക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും K. മുരളീധരനും KC വേണുഗോപാലും ശശി തരൂരും അങ്ങനെ ഇപ്പോൾ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസിൽ പല ചേരികളായിട്ട് തിരിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിലാണ് സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഏകാധിപത്യ നിലപാടുകളെല്ലാം തന്നെ പുറത്തു വരുന്നതും. അതുകൊണ്ട് തന്നെ സതീശനെ നിശിതമായി എതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ നേതാക്കളെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. എന്നാൽ കോൺഗ്രസിന് അകത്തെ തന്നെ യുവാക്കളുടെ നീണ്ട നിര അത് സതീശനൊപ്പമാണ് എന്നതാണ് സതീശന്റെ ഏകയുള്ള ആശ്രയം. എന്നാൽ അതേസമയം തന്നെ K. സുധാകരനെതിരെ നിരന്തരമായി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സതീശൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സുധാകരന്റെ നാവുകളടക്കം സുധാകരന് വിന തന്നെയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇപ്പോൾ സതീശൻ പോലെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുധാകരൻ സേഫ് സോണിലാണ് എന്നും പറയാം. സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മറ്റ് നേതാക്കളും ഇപ്പോൾ രാഷ്ട്രീയ കളികൾക്ക് ഒരുങ്ങുന്നതും. സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സതീശനെ വെട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസിന് അകത്തെ നേതൃത്വം എന്നും പറയാം. എന്തു തന്നെയാണെങ്കിലും ഇതുവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സാഹചര്യത്തിൽ താൻ വിമർശനത്തിന് അതീതമല്ല, തനിക്കെതിരെയുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ താൻ തിരുത്താൻ തയ്യാറാണ് എന്നെല്ലാം തന്നെ തുറന്നടിച്ചിരുന്ന സതീശനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യ പോരിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത് എന്നുള്ളതും കോൺഗ്രസിന് അകത്തെ ചേരിപ്പോര് രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.